അങ്ങനെ നല്ല കിടുക്കാച്ചി മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് മനസ്സിലങ്ങ് ആലോചിച്ചു നല്ലൊരു മൺസൂൺ യാത്ര വേണമെന്ന്. പക്ഷേ എവിടേക്ക് പോകും എന്നാലോചിച്ചപ്പോഴാണ് ചാലക്കുടിയിൽ നിന്ന് രാവിലെ 6:45 വാൽപ്പാറയ്ക്കൊരു ബസ് പോകുന്നുണ്ടെന്ന് കേട്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, ആഘോഷം അവിടെയാവാമെന്ന് അങ്ങ് തീരുമാനിച്ചു. ഈ ബസ് യാത്രയിലെ ഏറ്റവും വലിയൊരു നഷ്ടം എന്ന് പറയുന്നത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയും അതുപോലെ തന്നെ ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെയും ഒന്ന് സ്റ്റോപ്പില്ല. സത്യത്തിൽ അവിടെയോട്ട് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ നമുക്കിതൊന്ന് കണ്ട് ആസ്വദിച്ച് അതിൻ്റെ ഭംഗി അറിഞ്ഞ് പോകാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാ, KSRTC ബസ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് സമയം നിർത്തിയിടുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ യാത്ര പ്രൈവറ്റ് ബസ്സിലായിരുന്നു, അതുകൊണ്ട് എനിക്കത് കാണാനായിട്ട് പറ്റിയില്ല. എങ്കിലും ഈ കാടും മലയും കുന്നുമൊക്കെ താണ്ടിയുള്ളൊരു യാത്ര അതൊരു വേറെ അനുഭവം തന്നെയാണ്. ഏകദേശം ഒരു 8 മണിയോട് അടുക്കുമ്പോൾ നമ്മൾ വാഴച്ചാല് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തും. വാഴച്ചാല് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടുള്ള ഒരു സൗകര്യമുണ്ട്. ഇവിടെ ഇങ്ങനെ നിർത്തിയിടുമ്പോൾ അവിടെ ചെറിയ ചെറിയ ഹോട്ടലിലൊക്കെ കാണാം. ഒരുപാട് ലക്ഷറി ഫുഡൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്, കാരണം നമ്മൾ ഇനി തനത് സ്റ്റൈലിലുള്ളൊരു യാത്രയാണ്, ഗ്രാമങ്ങളുടെ ഭംഗിയും കാടിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച്. അങ്ങനെ വാഴച്ചാലിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ഈ കാണുന്ന ചെറിയ കോവിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നല്ല ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് ഇനി കാട് കാണാനായിട്ട് നമ്മൾ കാടേറുകയാണ്. അപ്പോൾ കാട്ടിലോടുള്ള ആ യാത്രയിൽ ഒരുപാട് വൈവിധ്യങ്ങൾ വേറെയും ഒളിഞ്ഞിരിപ്പുണ്ട്. ബസ് ഇതാ അങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കുറച്ചു കാലം മുൻപ് ഞാൻ ബസ്സിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ വാഴച്ചാല് കഴിഞ്ഞ് പുകയിലപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെയുള്ള ഒരു സൗകര്യം. പക്ഷേ ഇപ്പോൾ അത് അതിരപ്പള്ളിയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ നിന്ന് നിർബന്ധമായിട്ടും കഴിക്കണം, കാരണം ഇനി അങ്ങോട്ട് ബസ്സിൽ പോകുമ്പോൾ ഫുഡ് കിട്ടണമെങ്കിൽ നമ്മൾ മലക്കപ്പാറ എത്തണം. അതിനു മുമ്പ് പ്ലാസ്റ്റിക് അതുപോലുള്ള മാലിന്യങ്ങളൊന്നും നമ്മൾ കാടിൻ്റെ ഉള്ളിൽ വലിച്ചെറിയാനായിട്ട് പാടില്ല. അപ്പോൾ അതുകൊണ്ട് പോകുന്ന വഴിക്ക് വാഹനം നിർത്തിയിടാനും പാടില്ല. അപ്പോൾ വണ്ടിയിലിരുന്ന് കഴിക്കാൻ വിശപ്പ് മാറ്റാം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെച്ചാൽ ഇനി നമ്മൾ കാട്ടിലൂടെയാണ്, കാടിനെയാണ് കാണാൻ പോകുന്നത്. കാട് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കൂടെ ഒരു ചുമതലയാണ്. കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസകരമായ അനുഭവമാണ് കേട്ടോ. കാരണം ഇതുപോലുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ ബസ്സിലായതുകൊണ്ട് നമുക്ക് എല്ലാ കാഴ്ചകളും അങ്ങനെ നിർത്തി കാണാനായിട്ട് സാധിക്കില്ല. എങ്കിൽ തന്നെയും നല്ല കിടുക്കാച്ചി വ്യൂ ഒക്കെ വരുമ്പോൾ ബസ് അവിടെ നിർത്തി തരും. നമുക്കതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് പോവാം. കാരണം ഡ്രൈവറും കണ്ടക്ടറൊക്കെ നല്ല കമ്പനിയാണ്. നമുക്ക് എന്താവശ്യമാണ്, ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിൽ ഒരു സ്ഥലത്ത് നിർത്തി തരുമെന്ന് വെച്ചാൽ കുറച്ച് സമയമൊക്കെ അവർ നിർത്തി തരും. പക്ഷേ അത് ദുർവിനിയോഗം ചെയ്യരുത്. കുറച്ചു നേരം അങ്ങനെ ആ കാടിൻ്റെ ഭംഗിയും അതുപോലെ ഈ കാണുന്ന ഡാമിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിച്ച് നമ്മളിങ്ങനെ യാത്ര തുടരുമ്പോൾ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളാണ് ഇനി അങ്ങോട്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളങ്ങനെ കാട് കഴിഞ്ഞ് മലക്കപ്പാറയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതിൻ്റെ ഒരു സിഗ്നലാണ് ഈ തേയിലത്തോട്ടങ്ങൾ. പക്ഷേ ഈ പച്ച വിരിച്ച തേയിലത്തോട്ടങ്ങളുടെ ഉള്ളിലൂടെയുള്ളൊരു യാത്ര എന്ന് പറയുന്നത് അതൊരു വേറെ അനുഭവമാണ് കേട്ടോ. ഈ മലക്കപ്പാറയിലേക്ക് നിങ്ങൾക്ക് ബസ്സിന് വരികയാണെന്നുണ്ടെങ്കിൽ KSRTC ബസ്സുകൾ ഒരുപാടുണ്ട്. പക്ഷെ അത് മലക്കപ്പാറ വരെ ഉള്ളൂ. അവിടെ നിന്ന് വാൽപ്പാറ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമിഴ്നാടിൻ്റെ ബസ് കയറിയിട്ട് തന്നെ പോകേണ്ടി വരും. അങ്ങനെ ഒരു മൺസൂൺ യാത്ര പ്രതീക്ഷിച്ച് വന്ന ഞാൻ ശരിക്കും തേഞ്ഞൊരവസ്ഥയിലാണ്. കാരണം മഴ എന്ന് പറയുന്നൊരു സംഭവം എനിക്ക് കിട്ടിയേയില്ല ഈ യാത്രയിൽ. പക്ഷേ ഈ യാത്രയുടെ വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു ധാരണയിൽ ഞാൻ മാത്രമായിരിക്കും വാൽപ്പാറയിലേക്ക് സഞ്ചാരിയായിട്ട് ഈ ബസ്സിലുള്ളൂ എന്നാണ്. പക്ഷേ വാഴച്ചാല് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇനിയുള്ള യാത്രക്കാരെല്ലാവരും തന്നെ എന്നെപ്പോലെ മൺസൂൺ ആഗ്രഹിച്ച് അല്ലെങ്കിൽ മൺസൂണിൻ്റെ കാഴ്ചകൾ കാണാനായിട്ട് വാഴച്ചാല് വരെ യാത്ര ചെയ്യുന്ന ആളുകളാണ്. അതിൽ പകുതിയിലധികം ആളുകളും വാൽപ്പാറയിൽ സ്റ്റേ ചെയ്യുന്നില്ല. അവർ അന്ന് തന്നെ പൊള്ളാച്ചി വഴി തിരിച്ചു പോകും എന്നുള്ള കാര്യം എന്നോട് പറഞ്ഞു. ഈ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളറിയാത്ത ഒരുപാട് ആൾക്കാരെ നമ്മൾ ഈ യാത്രയിലൂടെ കണ്ടുമുട്ടും. ചിലപ്പോൾ അതൊക്കെ നല്ല നല്ല സൗഹൃദങ്ങളായി മാറും. അതുപോലെ എനിക്കും 2-3 ആൾക്കാരെ ഈ യാത്രയിൽ പരിചയപ്പെടാനായിട്ട് പറ്റി. ഞങ്ങൾ ഒരുമിച്ച് വാൽപ്പാറയിൽ നിന്ന് 1-2 സ്ഥലങ്ങളിലേക്കുള്ള ഒരു യാത്രയും പ്ലാൻ ചെയ്ത് അവിടെ പോവുകയും ചെയ്തു.
അങ്ങനെ ദാ ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കടന്ന് നമ്മൾ എത്താൻ പോകുന്നത് വാൽപ്പാറ ടൗണിലേക്കാണ്. വാൽപ്പാറ ടൗണിലൊരു വലിയ കാഴ്ചകളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷെ നമുക്ക് അവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. ഒരുപാട് സംഭവങ്ങൾ അവിടെ വേറെ കാണാനായിട്ടുണ്ട്. എവിടെ നിന്ന് കഴിക്കും എന്ന് ആലോചിച്ച് നടക്കുമ്പോൾ തമിഴ്നാട്ടിലെത്തി കഴിഞ്ഞാൽ തമിഴ്നാട് സ്റ്റൈലിലുള്ള ഭക്ഷണം തന്നെ കഴിക്കണം. അതിന് പറ്റിയൊരു ഹോട്ടൽ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. നടന്നു, അവിടെ നിന്ന് നല്ല അസലായിട്ട് ഭക്ഷണവും കഴിച്ചു. പിന്നെ ബസ് കയറി അടുത്ത കാഴ്ചകളിലേക്ക്. ആ കാഴ്ചകൾ എന്താണെന്നുള്ളത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളും ചോദിച്ച് പോകുമ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് നല്ല മനസ്സുള്ള ഒരുപാട് നാട്ടുകാർ ഇവിടെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് യാത്രയിലെ രസം. ദാ കണ്ടില്ലേ, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർക്ക് എത്ര വലിയ ആഘോഷമാണ്. പക്ഷെ ഇതൊരു ചെറിയ കാര്യമല്ല. പോകുന്ന വഴിക്ക് കണ്ട തമിഴ്നാട് സ്റ്റൈലിലുള്ള ഒരു കല്യാണത്തിൻ്റെ കാഴ്ചകളാണ്. ബാൻഡ് വാദ്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങ് ആഘോഷിക്കുകയാണ്. അപ്പം നമുക്കും ആഘോഷിക്കാം.